ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പിക്ക് മി അപ്പിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. സോ ഇതിന് മുന്നത്തെ എപ്പിസോഡുകൾ കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തോ, ഹൈപ്പ് ചെയ്തോ, ഷെയർ ചെയ്തോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ പിക്ക് മി അപ്പിൻ്റെ വേൾഡിലോട്ട് പോവാം. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഫൈറ്റിനൊക്കെ ശേഷം റൂമിൽ വന്ന് കിടക്കുന്ന ഹാനെയാണ്. മരിച്ചവരെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും ഞാൻ ഒരിക്കലും വറി ചെയ്യില്ല. കാരണം മരണം എന്നുള്ളത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഫ്രണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്ക് അത് അത്രയും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ആലോചിക്കുമ്പോഴാണ്, എനിക്ക് ബെർസെക് എന്ന് പറഞ്ഞൊരു സ്കില്ലും കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. ഇതെന്തായാലും ഒരു ബഗ് ആവാൻ സാധ്യതയുണ്ട്. കാരണം കമ്പോഷറും ബെർസെക്കും ഒരുമിച്ച് ഒരിക്കലും ഒരാൾക്ക് കിട്ടില്ല. ഈ കമ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചിന്തിച്ചിട്ട് മാത്രം കാര്യം ചെയ്യേണ്ടതാണ്. നേരെ മറിച്ച് ബെർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽ പവർ കൂടുന്നതിനനുസരിച്ചിട്ട് അയാൾക്ക് ആ ഒരു ചിന്തിക്കാനുള്ള ശേഷി കൊണ്ട് മാറുന്നതാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ ഹാഫ് മാസ്റ്റർ ഹാഫ് ഹീറോ ആയതുകൊണ്ടാവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഇന്ന് ഞാൻ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നാളെ മുതൽ ഇനി വീണ്ടും ബിസി ആവുമല്ലോ. എന്തായാലും ഇപ്പം തൽക്കാലത്തിന് ഞാനൊന്ന് റെസ്റ്റ് എടുത്തേക്കാം. പിന്നെ നമ്മളെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ രാവിലെ തന്നെ ജന വന്ന് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നീ എപ്പോഴും ഞാൻ വന്നതിന് ശേഷമാണല്ലോ വരാറ്, ഇന്നെന്താ ഇത്ര പെട്ടെന്ന് വന്നിട്ട്? കാരണം എനിക്കിവിടെ കിടന്ന് മരിക്കാൻ തീരെ താല്പര്യമില്ല. ഇന്നലെ നടന്ന ബാറ്റിലും അവൾക്ക് സ്കില്ല് കിട്ടിയോ? അവൾ ശരിക്കും ടാലൻറ്റഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആണ്. അവളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ കഠിനമായിട്ട് തന്നെ പ്രയത്നിച്ചിട്ടും ആരൊന്നും ഒരു സ്കില്ല് പോലും കിട്ടുന്നുമില്ല. പിന്നെ നോക്കുമ്പോഴാണെങ്കിൽ ഹാനും ഭയങ്കരമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോൾ എന്തായാലും 1 സ്റ്റാറിൻ്റെ മാക്സ് ലെവലിലാണ് നിൽക്കുന്നത്. വൈകാതെ തന്നെ എന്നെ എന്തായാലും 2 സ്റ്റാറിലോട്ട് പ്രൊമോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ അതിന് നീ എന്താ ചെയ്യുന്നത്? ഇത് കാണാൻ വളരെ ഭംഗിയുണ്ട് കേട്ടോ. നീ നിൻ്റെ കൈയൊന്ന് അവിടെ നിന്ന് എടുക്കുമോ? ഇത്രയും സംഭവിച്ചിട്ടും നിൻ്റെ ആബ്സൊന്നും തീരെ ടയേർഡായിട്ടേ ഇല്ല. ഇവളാണെങ്കിൽ ഓരോ മിനിറ്റ് കഴിയുന്തോറും എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ ഇത്രക്കൊക്കെ സംഭവിച്ചിട്ടും അവൾ ഇപ്പോഴും നോർമലായിട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല. ആരോൺ എത്ര നേരമായിട്ടും വന്നിട്ടില്ലല്ലോ. അവനെ വിട്ടേക്ക്. അവനെന്തായാലും മറ്റ് 2 പേരെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും അവൻ്റെ റൂമിൽ. നോർമലി അവൻ നേരത്തെ തന്നെ എത്താറുണ്ട് ട്രെയിനിങ്ങിനൊക്കെ. DKM അതുപോലെ തന്നെയാണ്. അവർ 2 പേരും ഭയങ്കരമായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ 2 പേരും ആ കോമാളികളെ പോലെയല്ല. സിന്തസൈസ് ചെയ്യുന്നതിൽ ഒഴിവാകാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. മാസ്റ്റർ ലോഗിൻ ചെയ്താൽ അപ്പം തന്നെ വരുന്ന കാണാം ഒക്കെ ഓടിപ്പിടിച്ച് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈഡിനും ഹാൻസിനും ആണെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് നേരം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊന്നും കൂടി സ്ട്രോങ്ങറായി മാറിയാനെ. ശരിക്കും ആ 2 പേർക്ക് പകരം ഇവരാണ് മരിക്കേണ്ടിയിരുന്നത്. അത് വിട്, നമുക്ക് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യാം തൽക്കാലത്തിന്. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. നീ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നീ ഇത്രയൊക്കെ ഡള്ളായിട്ട് നിൻ്റെ ഫേസ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരുന്നെങ്കിൽ അവർ 2 പേരെയും എനിക്ക്... ആദ്യം തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവർ മരിച്ചത് അവർ വീക്കായതുകൊണ്ടാണ്, അല്ലാതെ അത് നിൻ്റെ തെറ്റുകൊണ്ടൊന്നുമല്ല. ഓക്കെ? ഞാൻ ഈ വേൾഡിലോട്ട് വന്നിട്ട് ഓൾറെഡി 1 മാസം കഴിഞ്ഞു. പക്ഷെ റിയൽ ടൈമിലാണെങ്കിൽ ഇത് ശരിക്കും 10 ദിവസമേ ആയിട്ടുള്ളൂ. ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം വെച്ചുകൊണ്ട് എനിക്ക് എനിത്തിങ്ങിൻ്റെ ലോഗിൻ പാറ്റേണൊക്കെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റിംഗ് റൂമിൻ്റെയും എർത്തിൻ്റെയും ടൈം ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ദിവസമാണ്. സോ എനിത്തിങ് ആണെങ്കിൽ ഒരു ദിവസം 3 പ്രാവശ്യം ലോഗിൻ ചെയ്യും. ഒന്ന് മോർണിംഗിൽ, പിന്നൊന്ന് ആഫ്റ്റർനൂണ്, പിന്നെ നൈറ്റിൽ. ബാറ്റിൽ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ റിയൽ ടൈം പോലെ തന്നെയാണ് ടൈം ഫ്ലോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴും ടൈം ഡിഫറൻസ് 3 ടൈംസ് ആയിരുന്നെങ്കിൽ 30 മിനിറ്റിന് പകരം ഞങ്ങളവിടെ 1.5 മണിക്കൂർ നിൽക്കേണ്ടി വന്നേനെ. അപ്പോൾ എന്തായാലും കൺഫേം ആയിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും മരിച്ചിട്ടും ഉണ്ടാവുമായിരുന്നു. നമ്മളെല്ലാവരെയും പ്രൗഡാക്കി മാറ്റിയ ഹാനെ കണ്ട് നിങ്ങളെല്ലാവരും പഠിക്കണം. ഒരു ട്രാഷ് ടീമിനെ വെച്ചിട്ടാണ് അവൻ 5th ഫ്ലോറൊക്കെ ക്ലിയർ ചെയ്തത്. ശരിക്കും അവൻ മാസ്റ്റർ ഓഫ് ദ മാസ്റ്ററാണ്. അല്ല, ഇവളെന്താ പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊരു ബിസിനസ് സീക്രറ്റാ. ഞാൻ ഇത്രത്തോളം ഇവിടെ കഷ്ടപ്പെടുമ്പോൾ നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടടാ വെറുതെ കിടന്നിങ്ങനെ ഉറങ്ങാൻ? ഇനി ഞാനിത് ഒരിക്കലും ഇവിടെ അനുവദിക്കില്ല. അവരെ വെറുതെ വിട്ടേക്ക്. നീ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും പുറത്തു വരും. പിന്നെ നമ്മളെ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ അടുത്ത പാർട്ടി ഫോം ചെയ്യേണ്ടതാണ്.
അതിൽ ഹാൻ, ജന, പിന്നെ വേറെയും 3 ആൾക്കാരുണ്ട്. ഇപ്പോൾ മെൻഷൻ ചെയ്ത 5 പേരും അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ നോക്ക്. അവരും നമ്മൾ 2 പേരുമോ? നമ്മളൊന്നും ഒരിക്കലും ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ലല്ലോ. നീ പേടിക്കണ്ട, ഇത്തവണ എന്തായാലും ഈസി ആയിരിക്കും. അപ്പോഴാണ് കാണിക്കുന്നത് ഇത് ഡെയിലി ഡഞ്ചനാണ്. ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല, റയൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മിഷനാണിത്. ഒരു മിനി ഗെയിം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഓ, ഇത് ഇത്ര പെട്ടെന്ന് ഓപ്പൺ ആയോ? അല്ല, നിങ്ങൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യുകയാണോ? നിന്റെ പേരെന്താ? ഞാൻ ഓവൻ. നിങ്ങളുടെ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഹെൽപ്പായി മാറില്ല. പേടിക്കണ്ട, നിങ്ങളൊന്നും ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല ഒരേ. അവരാണെങ്കിൽ നേരെ ഡെയിലി ഡഞ്ചൻ്റെ ഉള്ളിലോട്ട് പോയി. അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്യാനുള്ളതാണ് ഈ മെഷീൻ എന്നും പറഞ്ഞിട്ട്. എനിമീസിനൊന്നും കാണാനില്ലല്ലോ. ഇത് 5th ഫ്ലോറത്തെ പോലെ ഒരു സ്പെഷ്യൽ മിഷനാണോ? ഈ സ്ഥലത്തിനെ ഡെയിലി ഡഞ്ചൻ എന്നാണ് അറിയപ്പെടുക. മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ളൊരു സ്ഥലം, അത്രേ ഉള്ളൂ. ഇതെന്താ? ഇത് ട്രാഷ് ബിൻ അല്ല, ഇത് ഗ്രോസറി ബാസ്ക്കറ്റ്. നമുക്ക് വേണ്ട മെറ്റീരിയൽസൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് എറിഞ്ഞാൽ മതി, ഈ ബ്രാഞ്ചൊക്കെ പോലെ. ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോറേജൊക്കെ ഫുള്ളാവും. പിന്നെ ഇതിൽ നിന്നാവും നമ്മൾ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ശരിക്കും ഇത്ര മാത്രം ചെയ്താൽ മതിയോ ഞങ്ങൾ? ഇത് മതിയോ? അപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യൊന്നും വേണ്ടേ? ഇത് നിന്നോടല്ല, അവരോടാണ് പറഞ്ഞത്. നീ വാ, നമുക്ക് പോയി ഹണ്ട് ചെയ്യാനുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ ടൈം കിട്ടുമായിരിക്കുന്നു. അല്ല, നമ്മളിപ്പോൾ എന്തിനാണ് ഹണ്ട് ചെയ്യാൻ പോണത്? വൈൽഡ് ബോറിനെയാണോ, ഡിയറിനെയാണോ, റാബിറ്റിനെയാണോ? ഓ, എന്തായാലും ഫൈനലി നമുക്ക് ഇനി മീറ്റ് കഴിക്കാമല്ലോ അല്ലേ? അപ്പോഴാണ് ദൂരെയായിട്ടൊരു മാന നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നത്. ആ മാനിനെ കണ്ടപ്പോഴത്തേനാണെങ്കിൽ ജനയുടെ വായന്നൊക്കെ വെള്ളം ഒലിക്കാൻ തുടങ്ങി. കണ്ടെത്തി, ഫൈനലി എൻ്റെ മീറ്റിനെ ഞാൻ കണ്ടെത്തി. ഒറ്റയടിക്ക് തന്നെ ആ മാനിനെ അമ്പ ചെയ്ത് വീഴ്ത്തി. ഇത് കാണാൻ തന്നെ എന്തൊരു ഡെലീഷ്യസ് ആണ്. നിനക്കറിയോ ഇതിനൊക്കെ എങ്ങനെയാണ് വെട്ടിമുറിക്കേണ്ടതെന്ന്? ഓഫ് കോഴ്സ്, എൻ്റെ ഫാദർ ഇത് വർഷങ്ങളോളം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലഡ് ഇങ്ങനെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം സ്കിന്നും ഇൻറ്റസ്റ്റൈൻസും ഒക്കെ റിമൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്ത് സ്റ്റോറേജിലേക്ക് ഇടാൻ മറക്കണ്ട. അല്ല, നീ അങ്ങോട്ട് പോവുക? നീ എന്തായാലും നീ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക്. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടേക്കാണ് ഹാനിപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഓ, ഇനിയും 30 മിനിറ്റ് കൂടി ഉണ്ടല്ലേ? ഈ ടൈം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി തന്നെ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. ഓ യെസ്, ഐ ഫൗണ്ട് ഇറ്റ്. നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ വേറെ കുറച്ച് മാനിൻ്റെ ഒപ്പം ക്യൂൻ ഓഫ് ദ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന മാനും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനന്വേഷിച്ചിട്ടാണ് ഹാന അവിടെ വന്നത് തന്നെ. ഡെയിലി ഡഞ്ചൻ ഫോറസ്റ്റിൽ റയറായിട്ട് അപ്പിയർ ചെയ്യണ മോൺസ്റ്ററാണിത്. അതിൻ്റെ അടുത്താണെങ്കിൽ ഒരു ലോ റാങ്ക് ആട്രിബ്യൂട്ട് സ്റ്റോൺ ഉണ്ട്. അതാണ് പ്രൊമോഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യണ മെറ്റീരിയൽ. ഹാനാണെങ്കിൽ പെട്ടെന്നുണ്ട് അവിടെ നിന്ന് ചാടി. ആ ഒരു സൗണ്ട് കേട്ടിട്ട് ആ ഒരു മാന് തിരിഞ്ഞു നോക്കിയതും നേരെ വന്ന് അതിൻ്റെ തല തന്നെ അങ്ങോട്ട് അറുത്തു. പിന്നെ നോക്കുമ്പോൾ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന അടുത്ത മാനയും ഒറ്റ വെട്ടിനെ തന്നെ ഹാന അതിനെയും തീർത്തു. അവസാനം നേരെ പോയി ആ ക്യൂൻ ഓഫ് ദി ഫോറസ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് നിന്നു. നിൻ്റെ ബോയ് ഫ്രണ്ട്സൊക്കെ ഇപ്പം മരിച്ചു. ഈ ഫീൽ എന്തായാലും നന്നായിട്ടില്ലേ? ആ മാനാണെങ്കിൽ ദേഷ്യം വന്ന് ഹാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. വാ, ഇതിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തു നിന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അവിടെ മറ്റുള്ള 3 ആൾക്കാരും സാധനങ്ങൾ കളക്ട് ചെയ്യണ്ടല്ലോ, അവിടെയാണ്. പെട്ടെന്ന് തന്നെ അതിലൊരുത്ത അലറി വിളിക്കാൻ തുടങ്ങി. അതാ ഒരു മോൺസ്റ്റർ വരുന്നു. എന്ത് മോൺസ്റ്ററോ? അല്ല, അത് മോൺസ്റ്ററൊന്നും അല്ല. നീ ഹാനല്ലേ? എന്താടാ നിനക്ക് കണ്ണ് കാണില്ലേ? നോക്കുമ്പോൾ ആ ക്യൂൻ ഓഫ് ദി ഫോറസ്റ്റിൻ്റെ തലയും വെട്ടിയെടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മാനിന് ഇത്രയൊക്കെ വലിപ്പമുണ്ടാവുമോ? ഞാൻ ആകെ ടയേർഡായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ. നീ എത്ര എണ്ണത്തിനെ ക്യാച്ച് ചെയ്തു? 2 മാനിനെയും ഒരു ബോറിനെയും ഞാൻ കളക്ട് ചെയ്തു. എല്ലാവർക്കും നല്ല രീതിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ എന്താ ഈ ഹെഡ് മാത്രം എടുത്തുകൊണ്ട് വന്ന്? ഈ ഹെഡിനൊക്കെ ഒരുമാതിരി ഹൊറിബിൾ ടേസ്റ്റ് ആയിരിക്കും. അതാ ഹോണ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എടുത്തുകൊണ്ടെന്താ. ഈ മാനൊരു ഫീമെയിലാണ്, അതിലും വെച്ച് ഇതിന് ഹോണുണ്ട്, അത് കുറച്ച് സ്പെഷ്യലാണ്. ഓ, നിനക്കിതിൻ്റെ തല കണ്ടിട്ട് തന്നെ ഇതിൻ്റെ ജെൻഡർ ഏതാന്നൊക്കെ പറയാൻ കഴിയുമോ? ഓഫ് കോഴ്സ്, ഞാൻ കുറേ കാലം ഫോറസ്റ്റിലല്ലേ ജീവിച്ചിരുന്നത്. നോക്കുമ്പോൾ ജനക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത സ്കില്ല് അവേക്കനായി. ഹണ്ടർ ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കില്ല്.
ഏ ഇത്ര പെട്ടെന്ന് തന്നെ അടുത്ത അവേക്കനിങ്ങോ? അവൾക്ക് എന്തായാലും പ്രമോഷനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ നമ്മളെ കാണിക്കുന്നത് എല്ലാവരും തിരിച്ചു വന്നതിന് ശേഷം ക്ലോയി നല്ല രീതിക്ക് തന്നെ മീറ്റൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കണ്ട. അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി നിൽക്കുക. ഇപ്പം തന്നെ ഒരു മാനിനെ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ എൻ്റെ കൂടെ വാ. അവരാണെങ്കിൽ ടെമ്പററി ആയിട്ട് തന്നെ ഒരു പാർട്ടി ഫോം ചെയ്തിട്ട് അടുത്ത ഡെയിലി ഡഞ്ചൻക്ക് പോയിക്കാണ് അവർ രണ്ടുപേരും. ഈ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ്ങറായി മാറുമോ? സ്ട്രോങ്ങറായി മാറണമെങ്കിൽ നിനക്ക് എലമെൻ്റൽ സ്റ്റോൺ വേണം. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. നോക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആ സ്ഥലം കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണത്. എന്ത് ഗ്രേറ്റ് വ്യൂ ആണല്ലേ ഇവിടെ. ഈ സ്ഥലം എന്തായാലും കൊള്ളാം. പെട്ടെന്നാണ് അവിടെ ഹാനൊരു കാര്യം ശ്രദ്ധിച്ച്. കുറേ പൂക്കളുണ്ട് അവിടെ. അതിനെ പ്ലാന്റ്സ് ഓഫ് ലൈഫ് എന്നാണ് അറിയപ്പെടുക. ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. ഹീലിംഗ് പോഷൻ ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇതെന്തായാലും പിന്നീട് വന്ന് എനിക്ക് കളക്ട് ചെയ്യണം. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഹാനും ജനയും കൂടിയിട്ട് അവിടെ ഒരു വോൾഫിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അവസാനം അവർ ഫൈറ്റ് ചെയ്ത് ആ വോൾഫിനെ ആണെങ്കിൽ കൊന്നു കളഞ്ഞു. ഈ ഒരു വോൾഫൊന്നും പോരാ. ബാക്കിയുള്ളവരൊക്കെ ബ്ലഡിൻ്റെ സ്മെല്ല് പിടിച്ച് വരുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കാൻ നോക്ക്. ഓക്കെ. അല്ല, ഇതിൻ്റെ ഈ പല്ലും നഖമൊക്കെ നമ്മളെന്താ ചെയ്യുക? അതൊക്കെ പറിച്ചെടുത്ത് സെപ്പറേറ്റ് ചെയ്യാൻ നോക്ക്. ആ ഡെയിലി ഡഞ്ചനത്തെ ബോസ് ആ വോൾഫായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഹാനൊരു എലമെൻ്റൽ സ്റ്റോണും കിട്ടി. ഇപ്പം എന്തായാലും കുറച്ച് മനസ്സമാധാനമൊക്കെ ഉണ്ട്. അത് നീ ആ ബ്ലഡ് വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി. എപ്പോഴും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഹണ്ട് ചെയ്യുക, കളക്ട് ചെയ്യുക, ഇത് ഭയങ്കര രസമുള്ളൊരു ജോലിയാണ്. കഴിക്കാൻ ഫുഡ്, ഉറങ്ങാൻ സ്ഥലം. ശരിയാ, മാസ്റ്ററിലായിരുന്നെങ്കിൽ ഈ സ്ഥലം ഒരു സ്വർഗമായിരുന്നേനെ. മാസ്റ്ററില്ലെങ്കിലോ? ഞാനൊരു പാസ്റ്ററിലൊരു മാസ്റ്റർ തന്നെയല്ലേ. മാസ്റ്റർ ഒരിക്കലും തിരിച്ച് വരാതിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുക. അപ്പോഴാണ് ഹാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫിൽഹൈമർത്തെ ആൾക്കാരും ഇതുപോലെ തന്നെയാവോ ഇപ്പം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക? അപ്പോൾ നിനക്ക് ഫൈറ്റ് ചെയ്യൊന്നും വേണ്ടേ? എന്തായാലും എല്ലാത്തിൻ്റെ അവസാനം ഫൈറ്റിംഗ് അല്ലല്ലോ. നീ എന്തായാലും സിന്തസൈസ് ആവണതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നീ എന്നെ എപ്പോഴും വന്ന് രക്ഷിക്കുന്നതാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്? സിറ്റുവേഷനൊക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ നമ്മളെ കാണിക്കുന്നത് കുറച്ച് ദിവസത്തിന് ശേഷമാണ്. അവരെല്ലാവരെയും 6th ഫ്ലോറിലേക്ക് കടത്തി വിട്ടുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ മിഷൻ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. ആദ്യത്തെ 3 ഹീറോസിന് പുറമെ ഇപ്പോൾ ഡീക്ക എന്ന് പറഞ്ഞ ഒരാളും കൂടി അവരോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സാർ. അപ്പോൾ ഇന്ന് ഡെയിലി ഡഞ്ചൻ അല്ലേ? എക്സ്പ്ലോറേഷൻ, വേറൊരു അൺകോമൺ മിഷൻ, അത്രേ ഉള്ളൂ. ഹ്യുങ്നിം, ഇവിടെ എനിമീസിനൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ ഇതും 5th സ്റ്റേജ് പോലെ തന്നെ ആയിരിക്കുമോ? നിനക്ക് ശബ്ദം ഉണ്ടാക്കല്ലേ. എല്ലാവരും താഴ്ന്നു നിന്ന് മൂവ് ചെയ്യാൻ നോക്ക്. താഴ്ന്നു നിൽക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തറയിൽ നിൽക്കാനല്ല. ഇവിടെ എന്തായാലും കുറേയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും റിക്വയർമെൻറ്റ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്റ്റേജും പാസ്സായി പോവാം. ഓക്കെ. പെട്ടെന്നാണ് നമുക്ക് കുറച്ച് ഗോബ്ലിൻസിനെ കാണിക്കുന്നത്. ആ ഗോബ്ലിൻസിൻ്റെയൊക്കെ ലെവൽ കുറച്ച് കൂടുതലാണ്. ആ ഗോബ്ലിൻസിനെ നമുക്ക് കൊല്ലണോ? വെയിറ്റ്, അവരുടെ കയ്യിൽ ബ്ലോയിങ് ഹോൺ ഉണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് ഇവിടെ അടുത്ത് തന്നെ വേറെയും ഗ്രൂപ്പ് ഉണ്ടാവും. നിനക്കെന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ഗോബ്ലിൻ വില്ലേജ് ഉണ്ടെന്നാണ്. അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 പേരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതൊരു ട്രാപ്പാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ പോയി ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അവരെന്തായാലും നമ്മളെ സറൗണ്ട് ചെയ്തേനെ. നീ ആ റൈറ്റിലിരിക്കുന്ന ഗോബ്ലിനെ ഷൂട്ട് ചെയ്യണം. ആരോൺ, ഞാൻ പറഞ്ഞതിന് ശേഷം നീ ആ സ്പിയർ എടുത്ത് അടുത്ത ഗോബ്ലിനെ തലക്ക് തന്നെ വെക്കണം. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രം ഹെൽപ്പ് ചെയ്താൽ മതി. ഓക്കെ. പെട്ടെന്ന് തന്നെ ഒരു ആരോ കൊണ്ട് ഷൂട്ട് ചെയ്തു. അത് നേരെ പോയി അതിലൊരു ഗോബ്ലിൻ്റെ തലക്കനോട് തറച്ച് കയറി. അപ്പം തന്നെ ആരോണ അവൻ്റെ സ്പിയർ എടുത്ത് അടുത്ത ഗോബ്ലിനെയും കൊന്നു കളഞ്ഞു. ഇത് കണ്ടതും 3ാമത്തെ ഗോബ്ലിനാണെങ്കിൽ ആ ഹോണ് ബ്ലോ ചെയ്യാൻ നിന്നതും ഹാൻ അവിടെ വന്നിട്ട് അതിൻ്റെ തല തന്നെ അങ്ങോട്ട് വെട്ടിമാറ്റി. റീഎൻഫോഴ്സ്മെൻറ്റിന് നിനക്ക് ഇവിടെ എത്തിക്കാൻ ഒരിക്കലും സാധിക്കില്ലടാ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സ്റ്റേജും ക്ലിയറായി. ഇതപ്പോൾ കഴിഞ്ഞോ? ഇല്ല, ഇതുവരെ ഇല്ല. ഞാനെന്തായാലും ഈ ഭാഗത്തു കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കട്ടെ. കാരണം ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ കിട്ടും അടുത്ത സ്റ്റേജിലേക്കുള്ള ഹിൻറ്റ്.
എക്സ്പ്ലോറേഷനൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒരു മിഷൻ മാത്രമാവാൻ സാധ്യതയില്ല. എന്തൊക്കെയായാലും ഇത് ജസ്റ്റ് ഒരു റാൻഡം ടീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗസ് ചെയ്ത പോലെ തന്നെ സംഭവിക്കണമെന്നില്ല. അപ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ഗോബ്ലിൻ്റെ വില്ലേജ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ കുറേ ഗോബ്ലിൻസും അവരുടെ അനിമൽസും ഒക്കെ ഉണ്ട്. ഓ, ഇതാണല്ലേ അപ്പോൾ ആ ഗോബ്ലിൻ വില്ലേജ്. ഇവിടെ കുറേ ഗോബ്ലിൻസ് ഉണ്ടല്ലോ. മിഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ആന അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയിപ്പോയി. ആ ഡിസപ്പിയർ ആയി പോണതാണെങ്കിൽ ഒരു ഗോബ്ലിൻ അവിടുന്ന് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പിന്നെ അവരാണെങ്കിൽ നേരെ ലോബിക്ക് എത്തും ചെയ്തു. സോ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.